മന്ത്രിമംഗ എന്താ ഈ വഴിക്കൊക്കെ? ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? മഹാരാജൻ, മഹാറാണി ഇതുവഴി പോയപ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിങ്ങൾ തമ്മിൽ വല്ല കശവിശയും? എടോ മന്ത്രി, തന്റെ പഴയ അസുഖം അതിതുവരെ നിർത്താറായില്ലേ? മഹാരാജൻ, ഞാൻ കൊയ്ത്ത് നിർത്തി. അങ്ങനെയും പറയാം. അതെ, ഫ്ലോറിഡ ദേശത്ത് അംഗത്തിന് പോയ നമ്മുടെ ചേകവന്മാരുടെ വിശേഷം മഹാരാജൻ അതൊന്നും അറിഞ്ഞില്ലേ? അവര് തോറ്റ് തുന്നമ്പായി. പിടിച്ചു പറിച്ചും ഞാൻ നമ്മുടെ കുട്ടികളെ അമേരിക്കയ്ക്ക് അയച്ചു. തിരികെ വരുമ്പോൾ അവരൊരു ഉണ്ടമര പോലെ കൊണ്ടുപോയി. മഹാരാജൻ, അവർ സത്യത്തിൽ മിടുക്കന്മാരായി. പക്ഷേ മിയാമി ബീച്ചിലെ സെക്സി മദാമ്മമാരെ കണ്ടപ്പോൾ അവർ അടവുകളും മറന്നു, അംഗവും തോന്നി. മഹാരാജൻ പേശാറാവണ്ട. യു ഡോണ്ട് വറി മഹാരാജൻ. അടവുകൾ 18 150 പഠിച്ച ഒരു കൂട്ടം വന്നിട്ടുണ്ട് മഹാരാജൻ. അവർ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഒരു കൂട്ടം ആരാണവർ? മഹാരാജൻ, അവർ വേറെ ആരുമല്ല, നമ്മുടെ ഫസ്റ്റ് ഇയർ ഗേൾസ് തന്നെ. അവരോ? അവർ വെറും കൊച്ചു കുട്ടികളല്ലേ? മഹാരാജൻ, അവരുടെ വടംവലി മത്സരം ഒന്ന് കാണേണ്ടത്. വലിയ വലിയ ചേച്ചിമാരല്ലേ വൈക്ക് വലിച്ചിട്ട്. മഹാരാജൻ, അവരുടെ ചെവിയിലൊരു വെള്ള സൂത്രം കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് അറിയോ? പാട്ട് കേൾക്കുന്ന സാധനമാണ്. മഹാരാജൻ, അത് ഹെഡ്ഫോൺ അല്ല, അതാണ് വശീകരണ യന്ത്രം. അതെന്താ? മനസ്സിലായില്ലല്ലേ? സുന്ദരന്മാരായ പുരുഷന്മാരെ വശീകരിക്കാൻ മട്ടാഞ്ചേരി സുമേഷ് വലിയ ഗുണ്ടയായിരുന്നു. IPC-യിൽ അവനെ ശിക്ഷിക്കാത്ത വകുപ്പുകളില്ല. എന്നിട്ട് എന്താവാൻ മഹാരാജൻ? ഒതുക്കി കളഞ്ഞില്ലേ? ഒതുക്കി. മഹാരാജൻ, നമ്മുടെ സ്റ്റുഡൻസ് കൗൺസിൽ സെക്രട്ടറി അറിയാം? അവൻ തന്നെ മഹാരാജൻ. ആ കടുപ്പത്തിൽ ചുമപ്പിട്ട അവൻ തന്നെ. വലിയ പുള്ളിയായിരുന്നു. പുലി പുലി എലിയാക്കി തന്നില്ലേ മഹാരാജൻ? മന്ത്രി, ആരായിരിക്കും ആ മോഷണങ്ങൾക്ക് പിന്നിൽ? മോഷണം? യു മീൻ തെഫ്റ്റ് ഓർ റോബറി? ഞാനൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ കൊട്ടാരം നർത്തകി ഏഞ്ചലിയുടെ 10 പവന്റെ മാലയല്ലേ അവൻ അടിച്ചോണ്ട് പോയത്? പിന്നെ നമ്മുടെ പാറക്കുട്ടിയുടെ 10,000 രൂപയും ATM കാർഡും. എന്നിട്ട് മഹാരാജൻ ഇതിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലേ?
കറുത്ത് തടിച്ച് പൊക്കം കുറഞ്ഞ ഏതോ ഒരാൾ ശരിക്കും ആരും കണ്ടിട്ടില്ല. മഹാരാജൻ, നമ്മുടെ മനസ്സിൽ ഒരു സംശയം. കുറെ നാളായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിൽ ഒരു കറുത്ത കൈകളില്ലേ എന്ന് വെച്ചാൽ ഒരു അദൃശ്യ ശക്തി, ഒരു കുട്ടിച്ചാത്തനോ മറ്റും. ഒന്ന് നിർത്തടോ കുട്ടിച്ചാത്തൻ, തേങ്ങാ കൊല. ഈ 2008 അതും നമ്മളുടേതുപോലെ അഡ്വാൻസ്ഡ് ആയ കുട്ടിച്ചാത്തനുമില്ല, ഒരു പ്രേതവുമില്ല. ഈ രാജ്യത്ത് കുട്ടിച്ചാത്തന്റെ ബാധയുണ്ട്. രാത്രി ക്യാൻറ്റീനിൽ ഉറങ്ങിക്കിടന്ന് സുബു എന്തോ കണ്ട് പേടിച്ച് സ്ഥലം വിട്ട് ഏതെങ്കിലും വാച്ച്മാൻ ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കാറുണ്ടോ? രജിസ്ട്രാർമാർ മാറി മാറി വരും. ാണെങ്കിലോ ആരുമില്ലടാ. എന്തുകൊണ്ട് ലൈബ്രറി ഇരുട്ടുന്നതിന് മുമ്പ് അടച്ച് എല്ലാവരും സ്ഥലം വിടും? ഓഫീസാണെങ്കിലോ കൃത്യം 5 മണിക്ക് പ്രവർത്തനം നിർത്തുന്നു. അവർക്കെല്ലാവർക്കും അറിയാം രാജൻ, അവർക്കെല്ലാവർക്കും അറിയാം രാത്രിയിൽ ചാത്തന്മാർ ഇറങ്ങാറുണ്ട്. ഇവിടുത്തെ മോഷണങ്ങൾക്ക് പിന്നിൽ അവൻ തന്നെ. മോഷണങ്ങൾക്ക് പിന്നിൽ കുട്ടിച്ചാത്തനോ? നോ, ദാറ്റ്സ് ഇംപോസിബിൾ. ഈ കുട്ടിച്ചാത്തനെ ഒതുക്കാൻ വല്ല സൂത്രം? സൂത്രം മോനെ ലൂസിഫർ, നിന്നെ പിടിക്കാൻ സൂത്രം വേണം. സൂത്രം